വെൽക്കം ടു ദ ബ്രാൻഡ് എപ്പിസോഡ് ഓഫ് ഹൈടെക് ചാനൽ. മൈ നെയിം ഇസ് പാച്ചു. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഓണർ 9 തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേ സബ്സ്ക്രൈബ് ആയ യൂട്യൂബ് ചാനൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് കൂടി അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടും സ്വാഗതം ടെക്കിലേക്ക്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ ഓണർ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഓണർ 9 എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഓണർ 9 ഒരു QR കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഓണർ 9 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് വ്യൂ വരുന്നത് 4x2.36 GHz പ്ലസ് 4x1 GHz ആണ്. EMI വരുന്നത് 8.0 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ ഒറിയോ ആണ് വരുന്നത് 8.0. and 60 megapixel front camera വരുന്നുണ്ട്. 30 megapixel and plus 2 megapixel dual ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. 3000 mAh ബാറ്ററിയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. 4G ക്വാളിറ്റി സപ്പോർട്ടഡ് ആണ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ആൻഡ് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ആൻഡ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അതിൻ്റെ സിമുലേറ്റർ ടൂളും അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് ഫോൺ കാണാം. എൻ്റെ ഒരു ഹാർഡ് പൗച്ചാണ് കിട്ടുന്നത്. ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പൗച്ച് തന്നെയാണ്. ആൻഡ് ഒരു ക്വിക്ക് ഗൈഡും പിന്നെ ഒരു യൂസർ മാനുവൽ ഗൈഡും നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നല്ലൊരു പാക്കേജും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് ക്വിക്ക് ഗൈഡും നമ്മളെ ഒരു ഗ്യാരണ്ടി ഒരു പേപ്പറും കിട്ടുന്നുണ്ട്. നമ്മൾ മെയിൻ ഫോൺ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ എന്തൊക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പൗച്ചാണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. അപ്പോൾ പൗച്ച് ഒരു ഹാർഡ് പൗച്ചാണ്, ഒരു വൈറ്റ് കളറുള്ള ഒരു പൗച്ചാണ്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ആൻഡ് നമുക്കൊരു ചാർജർ വരുന്നത് 10 വാട്ടിൻ്റെ ചാർജർ, 5 വോൾട്ടിൻ്റെ ആൻഡ് 2 ആംപിയറിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഇതിൽ വരുന്നത്. ആൻഡ് അത്യാവശ്യം ഒരു ഫാസ്റ്റ് ചാർജറാണ്. നമ്മൾ ERDയുടെ 2 ആംപിയറിൻ്റെ ചാർജിൻ്റെ അത്രയും ഫസ്റ്റ് തന്നെ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. 3000 mAh ബാറ്ററിയാണ്. നമുക്ക് കണ്ട് മാറ്റിയേക്കാം. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു USB സാധാ ഡാറ്റ കേബിളാണ് കിട്ടുന്നത്. നമ്മളെ സാധാ ഇത് ഒരു C ടൈപ്പ് അല്ല വരുന്നത്, അതിന് വൈറ്റ് കളർ കേബിളാണ്. ഇനി മെയിൻ ഡിവൈസായി നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എൻ്റെ ഒരു സിം ഇടുന്ന ഒരു പോർട്ടും കാര്യങ്ങളാണ് വരുന്നത്. എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് ഓൾ ചെയ്യാൻ അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും എൻ്റെ ഓൺ ഓഫ് ബട്ടണാണ് വരുന്നത്. ആൻഡ് മുകളിലായിട്ട് നിങ്ങൾക്ക് സെക്കൻഡറി മൈക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആണത്. ആൻഡ് ടോപ്പ് അടിയിലായിട്ട് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡറി മൈക്കും അതേപോലെ നമുക്ക് ഇയർഫോൺ കുത്തുന്ന ഭാഗത്തും അങ്ങനെ സ്പീക്കറിലും ഇനി നമ്മൾ സാധാ ചാർജിങ് പോർട്ടും വരുന്നുണ്ട്. ആൻഡ് ബാക്ക് സൈഡിലൊരു ഗുഡ് ക്വാളിറ്റി ഗ്ലാസ് ആണ്. ഒരു ബ്ലൂ കളറിൽ വേരിയൻ്റാണ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളാണ് ഗ്ലാസ്സിൽ വരുന്നത്. അതിന് ഒരു ഫിംഗർ പിന്നും അതേപോലെ തന്നെ ഒരു 30 megapixel 2 megapixel ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഫോണിൽ വരുന്നത്. ആൻഡ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ വരുന്നത് 5.8 ആണ് വരുന്നത്. ഇതിൻ്റെ IPS LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ 1080x2280 റെസൊല്യൂഷനാണ് വരുന്നത്. നല്ലൊരു IPS ഡിസ്പ്ലേ തന്നെയാണ് ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് ക്യാമറ വരുന്നത് 60 megapixel ക്യാമറയാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ്. IPS LED ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഫോൺ ഓൺ ആക്കാം. ആൻഡ് ഒരു ബഡ്ജറ്റ് ടൈപ്പ് സ്മാർട്ട് ഫോൺ തന്നെ പറയുമ്പോൾ ഓണർ 9 പറ്റിയിട്ട് ഫോൺ ഓണാകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ലോഗോ വരുന്നുണ്ട് ഓണർ 9 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആൻഡ്രോയിഡ് എന്നാണ് വരുന്നത്. ഇത് പറയുകയാണെങ്കിൽ കിരൺ 659 പ്രോസസ്സറാണ്. നല്ലൊരു GPM പ്രോസസ്സറുള്ള ഒരു നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളാണ് വരുന്നത്. IPS LED ഡിസ്പ്ലേ ആണ്. നല്ലൊരു ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. നോച്ച് ടെസ്റ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 60 megapixel ആണ് ക്യാമറ ഫ്രണ്ടിൽ വരുന്നത്. നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരു ക്യാമറ തന്നെയാണ് അറിയാം 60 megapixel ക്യാമറ. ആൻഡ് EMI വരുന്നത് 8.0 ആണ് വരുന്നത്. അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അതിന് ഫോൺ ഓൺ ആയതിന് എങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് നോക്കി നോക്കാം. ആൻഡ് ബ്ലാക്ക് മോഡ് കിട്ടുന്നുണ്ട്. ഈ ബ്ലാക്ക് മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാറ്ററി കുറച്ചും കൂടി ഇരി നിൽക്കുന്നുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളാണ് ഇതിൽ ബ്ലാക്ക് മോഡിൻ്റെ പ്രത്യേകത. നല്ലൊരു ഫീച്ചേഴ്സാണ് ഇത് വരുന്നത്. എന്നൊക്കെ ഇത് 2 ടൈപ്പ് വേരിയൻറ്റ് കിട്ടുന്നുണ്ട്. 4GB and 64 and 4GB and 128GB and 3GB and 64GB. ആൻഡ് 4GB and 64GBക്ക് 10,999 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 659 പ്രോസസ്സറാണ് വരുന്നത്. നല്ലൊരു ബഡ്ജറ്റ് ടൈപ്പിലുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. CPU കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 60 megapixel ക്യാമറയാണ്. ആൻഡ് IPS LED ഡിസ്പ്ലേ നല്ലൊരു ഡിസ്പ്ലേ തന്നെ എന്ന് പറയാം. ഒരു ബഡ്ജറ്റ് ടൈപ്പിലൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇതിൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആൻഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സിൽ വരുന്നതായിരിക്കുന്നു. ആൻഡ്രോയിഡ് Kirin അതേപോലെ തന്നെ EMIയുടെ 8.0ൻ്റെ. നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് നോക്കാം എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യം. സ്പീക്കറിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആവറേജ് എന്ന് തന്നെ പറയാൻ പറ്റില്ല. അത്രയും നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല സ്പീക്കറിൽ വരുന്നത്. എന്നാലും കുറച്ച് ലൗഡറാണ്, കുഴപ്പമില്ല എന്ന് തന്നെ പറയാം.
നല്ലൊരു സ്മാർട്ട് ഫോണാണ് ഓണോ 9 വരുന്നത്. നല്ലൊരു ബഡ്ജറ്റ് ടൈപ്പ് സ്മാർട്ട് ഫോണാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് രണ്ടുപേരും കളറാണ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണെന്ന് നിൽക്കുന്നു. എൻ്റെ ഒരു ബ്ലൂ കളർ വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൈനിങ് ഓഫ് ദിസ് ഹൈടെക് ചാനൽ.